തഴവ ഇയ്യാനത്ത് ലളിതാംബികയുടെ 6ാം ചരമവാർഷികം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക കൂട്ടായ്മ മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. തഴവ ഇയ്യാനത്ത് ലളിതാംബികയുടെ 6ാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഒരു വേർപാടിന്റെ നൊമ്പരം പ്രതിനിധീകരിക്കുന്ന ഒരു സങ്കടമാണ് സത്യത്തിൽ ഈ ഒത്തുചേരലിന്റെ സൗന്ദര്യം. അത് അദ്ദേഹം ചെയ്യുന്നത് നാട്ടുകാരായ അർഹതപ്പെട്ട കുറച്ചു പേർക്ക് അവർക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഹാര സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റ് നൽകിക്കൊണ്ടാണ്. അപ്പൊ നമുക്ക് പലതരത്തിൽ മനുഷ്യരെ ഓർക്കാം, പലതരത്തിൽ അത് ആർഭാടപൂർവമോ അനാർഭാടപൂർവമോ ആചാരപരമോ ഒക്കെയായി നടത്താം. പക്ഷെ എങ്ങനെ നടത്തിയാലും അതിൽ ഈ സുരേഷ് നേതൃത്വം കൊടുത്ത് നടക്കുന്നത് പോലുള്ള ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. ആ സൗന്ദര്യമാണ് സത്യത്തിൽ ഈ ചടങ്ങിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകതയായി നിലനിൽക്കുന്നത്. ഈ കൂട്ടായ്മയിൽ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം സ്ത്രീകളാണ്. അവര് അർഹതപ്പെട്ട അവരുടെ ജീവിതത്തിന് ചെറിയ സഹായമെങ്കിലുമായ ഈ കിറ്റ് വാങ്ങുന്നതിനും കൂടിയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. പോണാൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശൈലജ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ, എസ് ശ്രീലത, തൊടിയൂർ വസന്തകുമാരി, അഡ്വക്കേറ്റ് പി ശിവപ്രസാദ്, പി സി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സുഹൃത്തുക്കളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹം, ഇഷ്ടം, അതൊക്കെ വളരെ വലുതാണ്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അമേരിക്ക പോലെയുള്ള ഒരു മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യം, പണാധിപത്യത്തിൽ മാത്രം നിലനിൽക്കുന്ന രാജ്യം, വ്യക്തിബന്ധങ്ങളെ ഒന്നും കാത്തുസൂക്ഷിക്കാൻ താല്പര്യമില്ലാത്ത അത്യാധുനികതയുടെ ഒരു രാജ്യം, അങ്ങനെ ഒരു രാജ്യത്ത് ജീവിച്ചിട്ട് ഇത്ര വർഷം ജീവിച്ചിട്ടും ഈ നന്മകളൊന്നും കൈവിടാതെ കാത്തുസൂക്ഷിക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഭാരതീയമായ ഒരുപാട് നന്മകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോകുമ്പോഴും അത് കുറേയെങ്കിലും കാത്തുസൂക്ഷിക്കാൻ അന്യനാട്ടിൽ താമസിക്കുന്ന ഒരാളിന് കഴിയുന്നുവെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നത് യാതൊരു സംശയമില്ല. ന്യൂസ് ബ്യൂറോ, തഴവ.